അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അഅ്മാലുകളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പൊറുക്കട്ടെ. മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. രോഗങ്ങൾ ശിഫയാക്കട്ടെ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവരോടൊപ്പം അവൻ്റെ ജന്നാത്തുൻ നഈമിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ചയാക്കുന്നത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് വിവാഹത്തിന് മുമ്പ് കൊടുത്ത ചില ഉപദേശങ്ങളാണ്. ഈ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. നമ്മുടെ മക്കളെ വിവാഹം കഴിച്ച് പറഞ്ഞേക്കുമ്പോൾ അവരോട് നമുക്കിത് പറഞ്ഞ് പഠിപ്പിക്കാനും കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഈ ഉപദേശങ്ങൾ കൊടുത്തിട്ട് അവസാനം പറഞ്ഞത് 14ാമത്തെ ഉപദേശം പറഞ്ഞിട്ടുള്ളത്, ഈ പറഞ്ഞ 13 ഉപദേശങ്ങളും നീ നിന്റെ മരിക്കുന്നതിൻ്റെ മുമ്പ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. ആ ദൗത്യം ഞാൻ നിങ്ങളെയും ഏൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഇന്ന് ജീവിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന പടാപ്പാടുപെടുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും മനസ്സിലാകാത്തൊരു ലോകത്താണ്. എത്ര വലിയ മാന്യനാണെന്ന് പറഞ്ഞാലും അന്വേഷണങ്ങൾ നടത്തിയാലും അവൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് ജീവിതം നയിക്കുമ്പോൾ, അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുത്തോ പൊരുത്തപ്പെട്ടു പോവാൻ കഴിയാത്ത പ്രയാസങ്ങൾ വന്ന് ആ പ്രശ്നങ്ങളെ കൊണ്ട് കുടുംബജീവിതം തന്നെ തകരാറിലായി എത്രയോ മക്കൾ അനാഥരായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതോടൊപ്പം തന്നെ ആത്മഹത്യകളും അധികരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, 3 സ്ഥാനങ്ങൾ നിങ്ങൾക്ക് നൽകിയത് നിങ്ങളുടെ മക്കളുടെ ആദ്യത്തെ പഠനശാല അത് നിങ്ങളുടെ മടിത്തട്ടാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിക്ക് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താ? നേരത്തെ തന്നെ ഉമ്മ മരിച്ചതുകൊണ്ട് ഹബീബായ തങ്ങൾ തന്നെയാണ് ഫാത്തിമ ബീവിയുടെ വാപ്പയും ഉമ്മയും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ വളരെയധികം ശ്രദ്ധിക്കുകയും വാപ്പമാർ ഇത് കേട്ടിട്ട് പിന്നെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്ക് അറിയുന്നതായ ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും വേണം. ഒന്നാമതായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്ത ഉപദേശം 1, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നീ പോയാൽ, നാളെ നിന്നെ കല്യാണം കഴിഞ്ഞ് നീ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയാൽ നിന്റെ ഭർത്താവിന് അനുസരണയില്ലാത്ത അഹങ്കാരിയായി നീ മാറരുത് എന്നുള്ളതാണ്. മഹാനാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിക്ക് കൊടുക്കുന്ന 1ാമത്തെ ഉപദേശം അതാണ്. അങ്ങനെ നീ അഹങ്കാരിയായി നീ നിന്റെ കിബർ കാണിച്ച് നിന്റെ ഭർത്താവിനോട് പെരുമാറിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ദാരിദ്ര്യം നൽകി പരീക്ഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളിങ്ങനെ ഓരോരുത്തരുടെ അരികിലൂടെയോ അതല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചോദിച്ച് നടന്നതുകൊണ്ട് കാര്യമില്ല. ആദ്യം നമ്മുടെ വീട്ടിലെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന സ്വഭാവം നമ്മളിലുണ്ടാവണം. ഇത് ഒരു അടിച്ചാക്ഷേപിക്കലോ അതല്ലെങ്കിൽ ഞാനൊരു ഭർത്താവായതുകൊണ്ട് അതൊരു മറ്റൊരു സ്വരത്തിൽ പറയുന്നതോ അല്ല. കൃത്യമായും ഹബീബായ തങ്ങൾ പറയാണ്, നീ അഹങ്കാരിയായി നിന്റെ ഭർത്താവിനോട് പെരുമാറാൻ പാടില്ല. അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ നിനക്ക് അല്ലാഹു ദാരിദ്ര്യം നൽകുന്നതാണ് ഫാത്തിമ. 2ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ നീ പുറത്തു പോവരുത്. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ നിന്റെ വീട്ടിൽ നിന്ന് നീ പുറത്തു പോവരുത്. അങ്ങനെ നീ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ നീ പോകുന്നതിൻ്റെ ഇടയിൽ എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ, എന്തൊക്കെ വസ്തുക്കളുണ്ടോ, അള്ളാഹു പടച്ചതായ എന്തൊക്കെ പടപ്പുകളുണ്ടോ, ആ പടപ്പുകൾ മുഴുവനും നിന്നെ ശപിക്കുന്നതാണ് ഫാത്തിമ. 2ാമത്തെ ഉപദേശമാണ് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട 2ാമത്തെ ഉപദേശം. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വീട്ടിലേക്കാണെങ്കിലും എവിടെ
എവിടേക്കാണെങ്കിലും പുറത്തു പോവാൻ പാടില്ല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കാണ്, നിന്റെ ഭർത്താവ് നിന്റെ വീട്ടിലേക്ക് വരുമ്പോഴോ അതല്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് ഭർത്താവ് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകുന്ന സമയത്ത് ആ ഭർത്താവിൻ്റെ മുഖം നോക്കി നിന്റെ മുഖം നീ കറുപ്പിക്കരുത്, നീ ദേഷ്യത്തോടുകൂടെ പെരുമാറരുത്, നിന്റെ കണ്ണ് നീ തിരിക്കരുത്, നീ അവരെ വേദനിപ്പിക്കരുത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമത്തെ ഉപദേശം കൊടുക്കുകയാണ്. നാലാമതായി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഫാത്തിമ നിന്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇതുവരെ നിങ്ങളിൽ നിന്ന് എനിക്ക് ഒരു നന്മയും ഒരു അനുഗ്രഹവും ഒരു നന്മയും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയരുതേ. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വിവാഹം കഴിഞ്ഞതു മുതൽ ആ പറഞ്ഞ സമയം വരെയുള്ള നിന്റെ നന്മകൾ മുഴുവനും നിന്റെ ഭർത്താവിൻ്റെ ഏടിലേക്ക് അള്ളാഹു ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, അത് മാറ്റി എഴുതുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടാ പറയാനുള്ളത്, വാപ്പമാരും ശ്രദ്ധിക്കണേ. കെട്ടിച്ചയക്കുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് എനിക്കൊരു കാര്യവും ഇല്ല എന്ന് പറയുന്ന സ്വഭാവം നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ സഹോദരിമാരിൽ ഉണ്ടാവാൻ പാടില്ല. അഞ്ചാമതായി നബി തങ്ങൾ പറയാണ്, ഫാത്തിമ അലിയാര് തങ്ങളുടെ കൂടെ നീ ജീവിക്കുന്ന സമയത്ത് നീ ഒരിക്കലും അലിയാര് തങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല. ഫാത്തിമ ഒരിക്കലും നിന്റെ സ്വഭാവം കൊണ്ടോ നിന്റെ പ്രവർത്തികളെ കൊണ്ടോ അലിയാര് തങ്ങൾ നിന്നെ കാരണമായിട്ട് വേദനിക്കരുതേ ഫാത്തിമ. ആറാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഭർത്താവ് നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ എവിടെയാണെങ്കിലും നീ എവിടെയാണെങ്കിലും ഭർത്താവിന് മറുപടി കൊടുക്കണം. അല്ലെങ്കിലോ ആ കാരണത്താൽ നിന്റെ ഇബാദത്തുകൾ മുഴുവനും ഭർത്താവിന് നൽകുന്നതാണ് ഫാത്തിമ. അള്ളാന്റെ മുമ്പിലുള്ള സാഷ്ടാമ നിസ്കാരത്തിലല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്റെ ഭർത്താവ് അവൻ്റെ ഏത് ആവശ്യങ്ങൾക്കും നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ അവന് ഉത്തരം നൽകണം. ഇല്ല എങ്കിൽ നിന്റെ ഇബാദത്തിന്റെ പ്രതിഫലം മുഴുവനും അലിയാർക്ക് കൊടുക്കുന്നതാണ് ഫാത്തിമ എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഏഴാമത്തതായി നബി തങ്ങൾ പറയാൻ, ഇനി ഇതുവരെ നമുക്കൊരു കുറച്ച് പ്രയാസം തോന്നിയ ഉപദേശങ്ങളാണെങ്കിൽ ഇനി നമ്മളോട് വലിയ ആശ്വാസത്തിന്റെ ഉപദേശങ്ങളാണ് ഫാത്തിമാക്ക് ഹബീബായ തങ്ങൾ കൊടുത്തത്. ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടെ, ഭർത്താവിന്റെ തൃപ്തിയോടുകൂടെ നീ ഒരു ഗർഭിണിയായിട്ട് ആ ഗർഭ ശിശുവിനെ നിന്റെ ഗർഭത്തിലുള്ള നിന്റെ പൊന്നുമോനെ അതല്ലെങ്കിൽ മോളെ നീ പ്രസവിക്കാൻ അടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ശരീരത്തിലുള്ള ഓരോരോ രോമങ്ങളുണ്ടല്ലോ, നിന്റെ തലമുടികള്, നിന്റെ ശരീരത്തിലുള്ള എത്ര രോമങ്ങളുണ്ടോ ആ രോമങ്ങൾ കണക്കെ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നതാണ്. അതിന്റെ അളവിനനുസരിച്ച് നിനക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്, നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്. എട്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഫാത്തിമ ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടെ 2 വയസ്സ് കാലയളവിൽ നിന്റെ കുട്ടിക്ക് നീ മുലയൂട്ടിയാൽ, നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ മുലയൂട്ടിയിട്ട് അതിൽ ഞാൻ പ്രസവിച്ചിട്ട് ഞാൻ വേദന സഹിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് എന്ന് ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൊടുക്കുന്ന ഉപദേശമാണ്. ഫാത്തിമ എട്ടാമത്തെ ഉപദേശം, 2 വയസ്സ് വരെ നിന്റെ കുട്ടിക്ക് നീ പാല് കൊടുത്താൽ 1000 ഷഹീദിന്റെ കൂലി നിനക്ക് നൽകുന്നതാണ്. എത്രയാണ് ഒരു ഷഹീദിന്റെ പ്രതിഫലം എന്നറിയോ? എത്രയോ വലിയ പ്രതിഫലമാണ് ഒരു ഷഹീദിന് കൊടുക്കുന്നത്. അങ്ങനത്തെ 1000 ഷഹീദിന്റെ പ്രതിഫലം 2 വയസ്സ് വരെ ഒരു കുട്ടിക്ക് പാല് കൊടുത്താൽ നിനക്ക് നൽകുന്നതാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അതുപോലെ 9ാമത്തതായ ഉപദേശം കൊടുക്കുന്നു, റുക്കൂഉം സുജൂദും ഒഴിച്ച് ബാക്കി എല്ലാം നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാം, എല്ലാ നിലക്കും കീഴ്പ്പെടാം. ഭർത്താവ് എത്ര സ്വഭാവം മോശമുള്ളവനായാലും ആ ഭർത്താവിന് സുജൂദും റുക്കൂഉം ഒഴിച്ച് എല്ലാം നിനക്ക് അവനും ചെയ്തു കൊടുക്കാം. 10ാമതായി നബി തങ്ങൾ പറയുന്നു, നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നിന്റെ ഭർത്താവിനെ നീ വെറുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ശാപവും നിനക്കുണ്ടാകുന്നതാണ്. നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കുമ്പോൾ അള്ളാഹു സദാസമയം നിനക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കും. എന്നാൽ നിന്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞ്, നിന്റെ ഭർത്താവിനെ നീ ശകാരിച്ച്, നിന്റെ ഭർത്താവിനെ ചീത്ത പറയുമ്പോൾ, അവനെ നീ മോശമാക്കുമ്പോൾ അള്ളാഹു നിന്നെ ശപിച്ചു കൊണ്ടിരിക്കും. ഫാത്തിമ 11ാമതായി നബി തങ്ങൾ പറയാ, ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ, നിന്റെ ഭർത്താവ് എപ്പോൾ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുത്താൽ അള്ളാഹു 10 നന്മകൾ നിനക്കായി രേഖപ്പെടുത്തുന്നു, 70 തിന്മകൾ നിന്റെത് മായ്ച്ചു കളയുന്നു. 10 നന്മകൾ നിനക്ക് രേഖപ്പെടുത്തുകയും 70 തിന്മകൾ നിനക്ക് 70 തിന്മകൾ നിനക്ക് മായ്ച്ചു കളയുകയും ചെയ്യുന്നു. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ പടച്ചോനെ. അങ്ങനെയുള്ള അനുസരണയുള്ള ഭാര്യമാരായി നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം. അപ്പോൾ ത്വലാഖിൻ്റെ പ്രശ്നങ്ങൾ കുറയും, ആത്മഹത്യയുടെ പ്രയാസങ്ങൾ കുറയും. എന്ത് തന്നെ നേരിടേണ്ടി വന്നാലും അള്ളാഹുവിനെ കുറിച്ചും ഹബീബിനെ കുറിച്ചും ഫാത്തിമ ബീവിയെ കുറിച്ചുമുള്ളൊരു ചിന്ത നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 12ാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിന്റെ ഭർത്താവിൻ്റെ പൊരുത്തത്തിൽ വേണം മോളെ നീ മരിക്കാൻ. നിന്റെ ഭർത്താവിൻ്റെ പൊരുത്തത്തിലേ നീ മരിക്കാവോ. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണ്, ആ പെണ്ണ് മരിച്ചു, ആ പെണ്ണിൻ്റെ ഭർത്താവ് അവളെ കുറിച്ച് തൃപ്തിയുള്ളവനാണെങ്കിൽ, എല്ലാ അർത്ഥത്തിലും തൃപ്തിയുള്ളവനാണെങ്കിൽ, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗപ്രവേശനം ചെയ്തു, അവൾക്ക് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ഓക്കെയാണ്. ഭർത്താവിൻ്റെ പൊരുത്തമില്ലാതെ പെണ്ണെ നീ മരിച്ചു പോയാൽ ഒരിക്കലും നിനക്ക് സ്വർഗമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, നിന്റെ ഭർത്താവിൻ്റെ തൃപ്തിയോടുകൂടെ പൊരുത്തത്തോടുകൂടെ നീ മരിക്കാവൂ, എന്നാലേ നിനക്ക് സ്വർഗം അല്ലാഹു നൽകുകയുള്ളൂ. ഫാത്തിമ ബീവിയോടാ പറയുന്നത്. 13ാമത്തെ ഉപദേശം കേൾക്കണേ. 13ാമത്തെ ഉപദേശം പറയാണ്, ഭർത്താവിനോടുള്ള വാക്കുകളും നോട്ടവും അതുപോലെ തന്നെ സ്നേഹവും നീ അധികരിപ്പിക്കണേ. ഭർത്താവിനോടുള്ള നോട്ടം, അവനോടുള്ള സ്നേഹം, അവനോടുള്ള വാക്കുകൾ, ഇതൊക്കെ നീ അധികരിപ്പിക്കണം. അവൻ്റെ പൊരുത്തത്തിൽ നീ കഴിയണം. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വലിയ സന്തോഷം വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണ്. എന്തേ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലിയാരെന്നോട് പിണക്കം മാറി മിണ്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തേ സംഭവം? ഇന്ന സംഭവം കാരണം ഫാത്തിമ ബീവിയോട് അലിയാര് പിണങ്ങിയതാണ് സംഭവം. നബി തങ്ങളുടെ മുഖം വിവർണമായി ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, ഈ തെറ്റി നിൽക്കുന്ന സമയത്ത്, നിന്റെ ഭർത്താവിനോട് തെറ്റി നിൽക്കുന്ന സമയത്താണ് ഫാത്തിമ നീ മരിക്കുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് പോലും നിസ്കരിക്കാൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും ഞാൻ ഉണ്ടാവുകയില്ല എന്ന് മഹദിയാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, ഉപ്പ, നമ്മുടെ മക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട, തിരുത്തേണ്ട കാര്യങ്ങളാണ്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയടക്കമുള്ള എല്ലാ സഹോദരിമാർക്കും അതിനുള്ള തൗഫീഖ് കൊടുക്കണേ റബ്ബേ. അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാ, ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കണം അല്ലാ, രോഗങ്ങളൊക്കെ ശിഫയാക്കണം അല്ലാ.
14-ാമതായി നബി തങ്ങൾ പറയാണ്, ഫാത്തിമ ഈ 13 ഉപദേശങ്ങളും നീ മരിക്കുന്നതിന്റെ മുമ്പ് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണേ ഫാത്തിമ. ഇത് നബി തങ്ങൾ നേരത്തെ കൂട്ടി കണ്ടതാണ്. കുടുംബജീവിതത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുന്നത്, ആ ജീവിതത്തിന് ഭദ്രത വേണോ, ആ ജീവിതത്തിന് സന്തോഷം വേണോ, നമ്മൾ എന്തു ചെയ്യണം? ഈ 13 നിബന്ധനകളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുന്നവരാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, പഠിക്കാൻ ഒതുങ്ങുന്ന, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന മറ്റൊരു എപ്പിസോഡുമായി ഇൻഷാ അള്ളാഹ് അടുത്ത് നിങ്ങളുമായി സംവദിക്കുന്നത് വരെ നിങ്ങളുടെ ദുആയിൽ പെടുത്തണം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.